عليكم ورحمة الله وبركاته. بسم الله والحمد لله. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين، وأصلي وأسلم على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിക്കണമെന്നും പരിശുദ്ധമാക്കപ്പെട്ട ഈ ദിനരാത്രികൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണേ എന്നും ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിന്റെ ഈ അവസാന നിമിഷങ്ങൾ ഇത്തരത്തിൽ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താനും അത് ജീവിതാവസാനം വരെ നിലനിർത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ സൗണ്ട് ക്ലിയർ അല്ലേ? സൗണ്ട് ഇത് പ്രശ്നം പറയട്ടോ ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പണ്ട് പ്രഭാഷണത്തിൽ കേട്ട ഒരു ചെറിയ ഒരു കഥ അല്ലെങ്കിൽ ഒരു ചെറിയ സംഭവം, അത് ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം നിങ്ങളോട് പറയണമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപാട് പാഠങ്ങളുള്ള, ഒരു മുസ്ലിം എന്ന നിലയിൽ ധാരാളം ചിന്തിക്കാനുള്ള ഒരു സംഭവമാണ്. നിങ്ങളൊക്കെ ചിലപ്പോൾ അത് കേട്ടിട്ടുണ്ടാകാം. ഒരു ഉപ്പ മരിക്കുന്ന സമയത്ത് ആ ഉപ്പയുടെ ജീവിതത്തിന്റെ ഏറ്റവും അവസാന നിമിഷത്ത് തന്റെ 2 മക്കളെ വിളിച്ചുകൊണ്ട് ഉപ്പയുടെ സമ്പത്ത് വീതിച്ചു കൊടുക്കാൻ വേണ്ടി ആ മക്കളുടെ മുമ്പിൽ തനിക്കുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്വത്ത് ആ 2 മക്കൾക്ക് മുമ്പിൽ നീട്ടിവെക്കുകയാണ്. എന്നിട്ട് അവരോട് ഇത് 2-ൽ ഒന്ന് ഒരാൾക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി ഉപ്പ ആവശ്യപ്പെടുന്നു. ആ സമ്പത്ത് എന്തൊക്കെയായിരുന്നു? ഒന്ന്, ഒരുപാട് സ്വർണ്ണ നാണയങ്ങളായിരുന്നു ഒരു സ്വത്ത്. മറ്റൊരു സ്വത്ത് എന്ന് പറയുന്നത്, മറ്റൊരു സമ്പത്ത് അവിടെ ഉണ്ടായിരുന്നത് ഉപ്പയുടെ ഒരുപാട് കൃഷിസ്ഥലങ്ങളായിരുന്നു. അങ്ങനെ ഈ 2 മക്കളിൽ ഒരു മകൻ സ്വർണ്ണ നാണയങ്ങൾ തിരഞ്ഞെടുക്കുന്നു, മറ്റൊരു മകൻ ആ കൃഷിസ്ഥലമാണ് തെരഞ്ഞെടുത്തത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ എന്താണ് നമുക്കുള്ള പാഠം എന്നാണ്. നമ്മുടെ ചുരുങ്ങിയ കുടുസായ ചിന്താഗതിയിലൂടെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, എന്താണ് ആ മോൻ കാണിച്ചത്? ആ സ്വർണ്ണ നാണയങ്ങൾ എടുത്താൽ കുറച്ചും കൂടി എളുപ്പത്തിൽ ജീവിതം ആസ്വദിക്കാമായിരുന്നു അദ്ദേഹത്തിന്. ഈ കൃഷിസ്ഥലം എടുത്താൽ പിന്നെ കുറെ അധ്വാനിക്കണം, അതും അതിൽ നിന്ന് വരുന്ന ഫലങ്ങൾ വളരെ മെല്ലെ ആയിരിക്കും അയാൾക്ക് ലഭിക്കുക. ഇങ്ങനെ പലതും അതിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ എന്തിനാണ് അയാൾ അത് തിരഞ്ഞെടുത്തത്? മറ്റേത് തിരഞ്ഞെടുത്തുകൂടായിരുന്നോ എന്ന് ചിലപ്പോൾ നമ്മുടെ കുടുസായ ചിന്താഗതിയിൽ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ ആ കഥയുടെ അവസാനം എന്താണ്? ഈ സ്വർണ്ണ നാണയങ്ങളുമായി പോയ മകൻ ആസ്വദിക്കേണ്ടത്രയും ആസ്വദിക്കുകയാണ്, ഒരുപാട് ആസ്വദിച്ചു. അവസാന സ്വർണ്ണ നാണയങ്ങളൊക്കെ തീർന്നു. അത് തീർന്ന് ആ മകൻ വരുന്നത് ഈ സഹോദരന്റെ അടുത്തേക്കാണ്. ഇവനാണെങ്കിലോ ഈ കൃഷിസ്ഥലമൊക്കെ അധ്വാനിച്ച് പണിയെടുത്ത് അവിടെ കൃഷിയൊക്കെ വളർത്തി, അവിടെ കൃഷിയൊക്കെ ഉണ്ടാക്കി അതിന്റെ വിളവെടുക്കുന്ന സമയത്താണ് ആ മകൻ ഈ സഹോദരന്റെ അടുത്തേക്ക് വരുന്നത്. സഹോദരങ്ങളെ, ശരിക്ക് സഹോദരന്മാരെ, നമുക്ക് ഈ ഒരു കഥയിൽ ഒരു വലിയ ഗുണപാഠമുണ്ട്. നമ്മുടെ മുമ്പിൽ 2 ജീവിതം ഉണ്ട് ഇപ്പോ. ഓക്കെ, 2 ജീവിതം നമുക്ക് മുമ്പിലുണ്ട്. ഒന്ന്,
നമ്മുടെ നാട്ടിൽ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡിനൊപ്പം ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് മുമ്പിലുള്ള ഓരോ ഓപ്ഷൻ. ഒരു ജീവിത ശൈലി, ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കുക, ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള പിന്നെ എന്തൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടോ സോഷ്യൽ മീഡിയയിൽ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് അങ്ങനെ ജീവിക്കുക. അതൊരു ജീവിതമാണ്, നമുക്ക് മുമ്പിലുള്ള ജീവിതമാണ്. മറ്റൊരു ജീവിതം ആ ട്രെൻഡുകളൊക്കെ ഇസ്ലാമിനെ മുൻനിർത്തിക്കൊണ്ട് ജീവിക്കുക, അതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതല്ല. നേരെ മറിച്ച് ഇസ്ലാമികമായി നമുക്ക് എങ്ങനെ അതിനെ നയിക്കാൻ പറ്റും, ആ രൂപത്തിൽ ജീവിക്കുക. ഇങ്ങനെ രണ്ട് ഓപ്ഷനുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതിൽ ഒന്ന് കുറച്ച് പ്രയാസകരമാണ്, മറ്റത് കുറച്ച് എളുപ്പമാണ്. നമ്മൾ പലപ്പോഴും തിരഞ്ഞെടുക്കുക ആ സ്വർണ്ണ നാണയങ്ങൾ എടുത്ത മകനെ പോലെ ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് നാം ഓരോരുത്തരും തിരഞ്ഞെടുക്കുക. പ്രയാസമുള്ള വഴി തിരഞ്ഞെടുക്കാൻ നമുക്ക് പലർക്കും പ്രയാസമാണ്. അപ്പോ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഈ കഥയിലുള്ളതുപോലെ നമ്മുടെ ജീവിതത്തിലും കൃത്യമായ ഒരു ഗോൾ നിശ്ചയിക്കാൻ, ഒരു ലക്ഷ്യം നിശ്ചയിക്കാൻ നമുക്ക് കഴിയണം. ഏത് ജീവിതമാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്, എന്തിനാണ്? അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. നമുക്ക് മുമ്പിൽ മരണമെന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ ദുനിയാവിലെ ജീവിതമൊക്കെ ഇങ്ങനെ കഴിഞ്ഞിങ്ങനെ കാലാകാലം ജീവിക്കുകയാണെങ്കിൽ ഓക്കെയാണ്, നമുക്ക് ആവശ്യമുള്ള, നമുക്ക് തോന്നുന്ന ജീവിതം നമുക്ക് നയിക്കാം. പക്ഷേ നാം ആരും നിഷേധിക്കാത്ത, നമുക്കാർക്കും നിഷേധിക്കാൻ കഴിയാത്ത മരണമെന്ന യാഥാർത്ഥ്യം നമുക്ക് മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ നാം വളരെ ചിന്തിച്ചുകൊണ്ട്, വളരെ ആലോചിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തെ തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ചവരാണ് നമ്മുടെ മുൻഗാമികൾ. നോക്കൂ നിങ്ങൾ, മഹാനായ ഇമാം ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു സംഭവമുണ്ട്. അദ്ദേഹം താമസിച്ചിരുന്ന വീട് വളരെ ചെറിയൊരു വീടാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരൊക്കെ പറയുന്നത്. വളരെ ചെറിയ വീട്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അന്നത്തെ രാജാവ് ഫഹദ് രാജാവ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നു എന്നാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ്, നിങ്ങൾ ഇത്ര വലിയ പണ്ഡിതനാണ്. കാരണം അന്നത്തെ സൗദിയിൽ അറിയപ്പെട്ട പണ്ഡിതനാണ് അദ്ദേഹം. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അറിയാത്തവർ ഈ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു നല്ല വീട് ഞാൻ നിർമ്മിച്ചു തരാം. രാജാവാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ആവശ്യമില്ല. കാരണം സ്വാലിഹ എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്കൊരു പുതിയ വീട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് അവിടെ ഒരു വീട് നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ രാജാവ് തൃപ്തനായി, അവിടെ വീട് ഉണ്ടാവുന്നുണ്ടല്ലോ, പിന്നെ അദ്ദേഹം വീടുണ്ടാക്കി കൊടുക്കണ്ട, സ്വാഭാവികമായിട്ട് രാജാവ് പോയി. അപ്പൊ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഒരു ഷേഖിനോട് ചോദിച്ചു, ഷേഖെ, നിങ്ങൾക്ക് സ്വാലിഹയിൽ ഒരു വീടുണ്ടാക്കുന്ന കാര്യം നമ്മളറിയില്ലല്ലോ, നമ്മളടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഷേഖ് അവരോട് ചോദിച്ചു, നമ്മുടെ അടുത്ത മക്ബറ അത് സ്വാലിഹയിലല്ലേ ഉള്ളത് എന്ന് ചോദിച്ചു എന്നാണ്. അതാണ് ഷേഖ് വീട് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്, സ്വാലിഹയിലുള്ള മക്ബറ. സ്വാലിഹ ഒരു സ്ഥലമാണ്, അവിടെയാണ് മക്ബറയുള്ളത്. മരിച്ചാൽ അവിടെയാണ് മറമാടേണ്ടത്, അവിടെയല്ലേ നമ്മുടെ മക്ബറയുള്ളത് എന്ന് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചു എന്നാണ്. അവരൊക്കെ ജീവിതത്തിൽ ലക്ഷ്യം നിശ്ചയിച്ച ആളുകളാണ്. അവർ പോകേണ്ടത് എങ്ങോട്ട്, അവരുടെ ജീവിതം നയിക്കേണ്ടത് എങ്ങനെ, അവരുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് എന്ത്, ഉണ്ടാവാൻ പാടില്ലാത്തത് എന്തൊക്കെ കൃത്യമായി നിശ്ചയിച്ച ആളുകളാണ് അവർ. അത് അവർ മാത്രം ചെയ്താൽ പോരാ എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. സഹോദരങ്ങളെ, മരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കേട്ടതാണ്. എന്താണ് മരണം, മരണത്തിന്റെ യാഥാർത്ഥ്യം, മരണവുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറഞ്ഞത്, ഹദീസുകളിൽ പറഞ്ഞത്, ഇതൊക്കെ നമ്മൾ കേട്ടതാണ്. അതിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. മരണത്തിന് ശേഷം എന്ത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നമ്മളോട് ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, ആലോചിക്കേണ്ടത്, ചർച്ച ചെയ്യേണ്ടത് അതിനെക്കുറിച്ചാണ്. എന്താണ് മരണത്തിന് ശേഷമുള്ളത്? മരണമുണ്ട്, മരണം നമ്മൾ ആരും നിഷേധിക്കുന്നില്ല. എന്താണ് മരണത്തിന് ശേഷമുള്ളത്? നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി കൊണ്ട് അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മരണമെന്ന യാഥാർത്ഥ്യം അത് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ, നമ്മൾ മരിച്ചിട്ടില്ല, ശരിക്ക് കേൾക്കണം, നമ്മൾ മരിച്ചിട്ടില്ല. മരണം നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടേ ഉള്ളൂ, നമ്മൾ മരിച്ചിട്ടില്ല. ആ സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് നടത്തുന്ന അഭിസംബോധനമുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതാണ് മരണം ഒരു വിശ്വാസിയിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം സംഭവിക്കുന്നത്. എന്താണത്? ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗതു, മരണം അവനിലേക്ക് വന്നെത്തിയാൽ ആദ്യം എന്താ മനുഷ്യൻ പറയാറിയോ?
ഖാല, അവൻ പറയും, റബ്ബിർജിഊൻ, അല്ലാഹുവേ നീ എന്നെ ദുനിയാവിലേക്ക് മടക്കണം. മരിച്ചിട്ടില്ല, മരിക്കാൻ പോവാണ്, മരണം ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ പറയുന്നതാണ് റബ്ബിർജിഊൻ, അല്ലാഹുവേ എന്നെ നീ ഒന്ന് മടക്കി തരണം. പക്ഷെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിയിട്ടുണ്ട്, പിന്നെ അവന് തൗബ ചെയ്യാനോ മടങ്ങാനോ ഉള്ള അവസരമില്ല. അവൻ അള്ളാഹിനോട് പറയും, റബ്ബിർജിഊൻ, അല്ലാഹുവേ നീ എന്നെ മടക്കി തരണം. എന്തിനാണ്? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ലഅല്ലി അഅമലു സാലിഹ, അല്ലാഹുവേ എനിക്ക് കുറേ അമലു സാലിഹാത്തുകൾ ചെയ്യണം. ഫീമാ തറക്തു, ഞാൻ ചെയ്യാതെ പോയ കുറേ അമലുകളുണ്ട്, അതെനിക്ക് ചെയ്യണം എന്ന് അല്ലാഹു സുബ്ഹാനഹു തആലയോട് മനുഷ്യൻ ആവശ്യപ്പെടുമെന്നുള്ളതാണ്. ഇതാണ് ഒരാളിലേക്ക് മരണം വന്നെത്തുന്ന സമയത്ത്, മരണം മുമ്പിൽ വന്നു നിൽക്കുന്ന സമയത്ത്, മരണത്തിന്റെ ആദ്യഘട്ടത്തിൽ മനുഷ്യൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് ഈ ഒരു കാര്യമാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാചകമുണ്ട്. ഇബ്നു കസീർ റഹ്മഹുല്ലാ പറയുന്നത് കാഫിരീങ്ങളെ കുറിച്ചല്ല ഈ ആയത്ത് എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നത് കാഫിറിനെ കുറിച്ചായിരിക്കും. അല്ല, കാഫിറിനെ കുറിച്ചല്ല. ഇബ്നു കസീർ പറയാണ്, കുല്ലു മുഫർരിത്തിൻ, അള്ളാഹുവിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്തിയ ഓരോരുത്തരും, ഒരു ഹറാമ് മുമ്പിൽ വരുമ്പോൾ ഇത് അള്ളാഹ് ഹറാമാക്കിയതാണ് എന്ന ബോധമില്ലാതെ അത് കണ്ടവർ, ഇത് അള്ളാഹ് ഹറാമാക്കിയതാണ് എന്ന ബോധമില്ലാതെ അത് കേട്ടവർ, അത് പറഞ്ഞവർ, എല്ലാവരും കുല്ലു മുഫർരിത്തിൻ. ഇത് കാഫിറിനെ കുറിച്ചല്ല, മുസ്ലിമിനെ കുറിച്ചാണ്. മുസ്ലിമായി മരിക്കാൻ പോകുന്ന ആ മനുഷ്യൻ, അവൻ അള്ളാന്റെ കാര്യത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അവൻ ഖേദിക്കുക തന്നെ ചെയ്യും. എപ്പോൾ? ഇൻദൽ ഇഹ്തിലാർ, മരണം അവന്റെ മുമ്പിലേക്ക് വന്നെത്തുന്ന സമയത്ത്. അപ്പൊ മരണം മുമ്പിൽ വന്നെത്തുമ്പോൾ ഓരോരുത്തരും ഖേദിക്കും. ആര്? വീഴ്ചകൾ വരുത്തിയ ആളുകൾ. എന്നിട്ട് എന്താ അള്ളാഹിനോട് ചോദിക്കുക? വയസ്അലു തൂലൽ മുദ്ദ, അവന്റെ സമയം നീട്ടിത്തരാൻ വേണ്ടി അവൻ അള്ളാഹുവിനോട് ചോദിക്കും. സമയം കുറച്ച് നീട്ടിത്തരാൻ വേണ്ടി ചോദിക്കും. എത്ര സമയമാണ് അവന് വേണ്ടത്? കുറേ സമയം ചോദിക്കും? ഇല്ല. വലൗ ശൈഅൻ യസീറ, വലൗ ശൈഅൻ യസീറ, എന്താണ്? വളരെ കുറച്ച് സമയമാണ് അവൻ ചോദിക്കുക. കുറേ സമയം അവൻ ചോദിക്കൂല. കുറേ സമയം, എന്റെ സമ്പത്തൊക്കെ എനിക്കൊന്ന് വേദിക്കാനുണ്ട്, എന്റെ മക്കളെ, അങ്ങനെ ഒന്നുമല്ല. ഒരു ചെറിയ സമയമായിരിക്കും മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക എന്നാണ്. വലൗ ശൈഅൻ യസീറ, വളരെ ചുരുങ്ങിയ സമയം. എന്തിനാണ് ആ സമയം അള്ളാഹുവിനോട് ചോദിക്കുന്നത്? അവന് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചെടുക്കാൻ. അപ്പൊ സഹോദരങ്ങളെ, ഈ ഒരു യാഥാർത്ഥ്യം, ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതേപോലെ അള്ളാഹുവിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്തിയാൽ നമ്മളും നേരിടാൻ പോകുന്ന കാര്യമായിരിക്കാം ഇത്, അല്ലെങ്കിൽ നേരിടാൻ പോകുന്നതാണ് വീഴ്ച വരുത്തിയ ഓരോരുത്തരും. അള്ളാഹിനോട് നമ്മൾ ചോദിക്കുന്നതാണ്, അള്ളാഹുവേ എനിക്ക് നീ ഒരു അവസരം തരണം. നോക്ക് നിങ്ങൾ, നമ്മൾ അമലു സ്വാലിഹാത്തുകളുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന സ്വഹാബികളുടെ സംഭവങ്ങളൊക്കെ പരിശോധിച്ച് നോക്കി. അവരുടെയൊക്കെ ജീവിതവും നമ്മുടെ ജീവിതവും തമ്മിൽ താരതമ്യം, ഒരു ഹദീസ് മാത്രം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഒരു സദസ്സിൽ ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമ. നബി തങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒന്ന് നോമ്പെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞാൻ എടുത്തിട്ടുണ്ട്. രണ്ടാമത് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ജനാസയെ പിന്തുടർന്നിട്ടുണ്ടോ? അപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു എണീറ്റ് പറയണം, ഞാനുണ്ട് റസൂലേ. മൂന്നാമത് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഒരു മിസ്കീനായ മനുഷ്യന് ഭക്ഷിപ്പിച്ചിട്ടുണ്ടോ? അപ്പോഴും മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയണം, ഞാനുണ്ട് റസൂലേ. നാലാമതായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണം, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടോ? അപ്പോഴും അദ്ദേഹം പറയണം, ഞാനുണ്ട് റസൂലേ എന്ന്. ഇത്രയും അമലുകൾ ചെയ്ത ഒരു ദിവസം, എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് എന്താ പറയുന്നത്? ഈ 4 കാര്യങ്ങളിൽ ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് സ്വർഗം നിർബന്ധമായി എന്നുള്ളതാണ് ഹദീസിന്റെ ബാക്കി. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ദിവസത്തിൽ നന്മകൾ ചേർന്ന ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത ഒരു സ്വഹാബിയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അവരുടെ ജീവിതം, ഒരു സ്വഹാബിനെ കുറിച്ചാണ് പറഞ്ഞത്. അവരുടെ ജീവിതവും നമ്മുടെ ജീവിതവും താരതമ്യം ചെയ്തു നോക്കുകയാണെങ്കിൽ മരണവേളയിൽ ഈ അവസ്ഥ നമുക്കും നേരിടാൻ സാധ്യതയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതിനുള്ള സാധ്യതകളുണ്ട്. കാരണം അവർ ചെയ്ത അമലുകളും
നമ്മൾ ചെയ്ത അമലുകളും താരതമ്യം ചെയ്താൽ നമ്മൾ ബഹുദൂരം അകന്നിരിക്കുന്നു അവരിൽ നിന്ന്. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള അവസ്ഥ, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള സാഹചര്യം വളരെ കുറവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് തിരിച്ചറിയുക, ജീവിതത്തിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് ഖബറിലേക്കാണ്. എന്താണ് ഖബറിൽ സംഭവിക്കുന്നത്? അവിടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഖബറിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അള്ളാഹു കാണിച്ചു കൊടുക്കും. എന്ത്? സ്വർഗാവകാശിയാണെങ്കിൽ സ്വർഗം കാണിച്ചു കൊടുക്കും, നരകാവകാശിയാണെങ്കിൽ നരകം കാണിച്ചു കൊടുക്കും. ഈ മരണം എന്ന യാഥാർത്ഥ്യത്തിന് ശേഷം സംഭവിക്കാനുള്ളതാണിത്. സ്വർഗാവകാശിയാണെങ്കിൽ അള്ളാഹ് സ്വർഗം കാണിച്ചു കൊടുക്കുന്നതാണ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം. ഇനി നരകാവകാശിയാണെങ്കിലോ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം അദ്ദേഹത്തിന് നരകം, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അള്ളാഹു നരകം കാണിച്ചു കൊടുക്കും. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, നരകാവകാശിക്ക് അള്ളാഹ് ആദ്യം സ്വർഗമാണ് കാണിച്ചു കൊടുക്കുക എന്നാണ്. അള്ളാഹുവിനോട് പറയും, നീ സ്വർഗത്തിലേക്ക് പോയിരുന്നെങ്കിൽ നീ താമസിക്കേണ്ടിയിരുന്ന സ്ഥലം ഇതായിരുന്നു, പക്ഷെ നീ നരകത്തിലേക്കാണ് പോയത്, അതുകൊണ്ട് നിന്റെ സ്ഥലം ഇതാണ്. സ്വർഗാവകാശിക്ക് അള്ളാഹു നരകം കാണിച്ചു കൊടുക്കുന്നതാണ്. നീ നരകാവകാശി ആയിരുന്നെങ്കിൽ നീ ഇങ്ങോട്ടാണ് പോയേണ്ടിയിരുന്നത്, പക്ഷെ നീ സ്വർഗാവകാശിയായി നന്മകൾ ചെയ്തു, സൽക്കർമ്മങ്ങൾ ചെയ്തു, നീ പോകുന്ന സ്ഥലം ഇതാണ് അള്ളാഹു കാണിച്ചു. ആ നിമിഷത്തും മനുഷ്യൻ ഖേദിക്കുമെന്നാണ്. ജീവിതത്തിലേക്കൊന്ന് മടങ്ങാൻ, ജീവിതത്തിലെ അവസരങ്ങൾ വീണ്ടും ലഭിക്കാൻ, റമദാനുകൾ വീണ്ടും ജീവിതത്തിൽ ലഭിക്കാൻ മനുഷ്യൻ ഖേദിക്കും, അള്ളാഹുവിനോട് അപേക്ഷിക്കുമെന്നാണ് നമുക്ക് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, മരണം അത് യാഥാർത്ഥ്യമാണ്. ആ മരണത്തെ നാം മറന്ന് ജീവിക്കുകയാണെങ്കിൽ ഈ പറയുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടി വരും. നോക്കൂ, നിങ്ങൾ മൂന്നാമതായി അവിടെ അവസാനിച്ചിട്ടില്ല. മൂന്നാമതായിട്ട് എന്താണ്? ഒരു മനുഷ്യൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട്. എങ്ങനെയാണ് തിന്മകൾ ചെയ്ത ആളുകൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുക? ഇതിൽ മുജ്രിമീങ്ങളായ ആളുകൾ നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം, അള്ളാഹിന്റെ അടുത്ത് തലകൾ താഴ്ത്തിയിട്ടാണ് അവർ നിൽക്കാന്നാണ്. കാരണം അവർ തെറ്റുകൾ ചെയ്ത ആളുകളാണ്. ഇവിടെയും നോക്ക്, നിങ്ങൾ മുശ്രിക്കീങ്ങളെ കുറിച്ചല്ല പറയുന്നത്, കാഫിരീങ്ങളെ കുറിച്ചല്ല പറയുന്നത്, നിരീശ്വരവാദികളെ കുറിച്ചല്ല പറയുന്നത്. മുജ്രിമീൻ, തെറ്റ് ചെയ്ത ഓരോരുത്തരുടെയും അവസ്ഥയാണ്. അള്ളാഹുവിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്ത ഓരോരുത്തരുടെ അവസ്ഥയാണ്. നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ മുമ്പിൽ തലകൾ താഴ്ത്തിക്കൊണ്ടാണ് അവർ നിൽക്കുക. എന്നിട്ട് അള്ളാഹിനോട് അവരെന്താ പറയാ? അള്ളാഹിനോട് പറയും, ഫർജിഅനാ, അള്ളാഹുവെ നീ എന്നെ ഒന്ന് മടക്കി തരണം, നമ്മളെ ഒന്ന് നീ മടക്കി തരണം. അവിടെയും ചോദിക്കുന്നത് അള്ളാഹുവെ മടക്കി തരണം എന്നാണ്. നഅമൽ സാലിഹാ, നമുക്ക് അമൽ സാലിഹാത്തുകൾ ചെയ്യണം. അമൽ സാലിഹാത്തുകൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ജീവിതത്തിലേക്ക് ഒന്നുകൂടി മടക്കി തരണം. ഇനിയോ നാലാമത്തെ ഘട്ടം നോക്കൂ നിങ്ങൾ. മനുഷ്യൻ നരകം കാണുന്ന സമയത്തും മനുഷ്യൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടും, അള്ളാഹു ജീവിതത്തിലേക്ക് നീ ഒന്ന് മടക്കി തരണം. നരകത്തിലേക്ക് ആ മനുഷ്യനെ വലിച്ചെറിഞ്ഞതിന് ശേഷം അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, മനുഷ്യൻ അവിടെയും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ആവശ്യപ്പെടുമെന്നാണ്. റബ്ബന അഖ്രിജ്ന, അള്ളാഹുവെ ഈ നരകത്തിന്റെ തീ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അഖ്രിജ്ന, ഈ നരകത്തിൽ നിന്ന് നീ നമ്മളെ ഒന്ന് പുറത്തു കൊണ്ടുവാ. നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ദുനിയാവിൽ നമ്മൾ ചെയ്യാതെ പോയ, അതല്ലെങ്കിൽ ചെയ്യാതിരുന്ന കുറെ അമലുകളുണ്ട്, അതൊക്കെ നഅമൽ, നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, നമ്മളത് ചെയ്യാം, ജീവിതത്തിലേക്കൊന്ന് മടക്കി തരണം റബ്ബേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മനുഷ്യൻ ആവശ്യപ്പെടുമെന്ന്. ഇവിടെ ഞാൻ 4 സന്ദർഭങ്ങൾ പറഞ്ഞു. ഒരു മനുഷ്യൻ അമല് ചെയ്യാത്തത് കൊണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്യാത്തത് കൊണ്ട്, മരണമെന്ന യാഥാർത്ഥ്യത്തെ നമ്മുടെ വിഷയവുമായി ചേർത്ത് പറയുകയാണെങ്കിൽ മരണമെന്ന യാഥാർത്ഥ്യത്തെ മറന്നു ജീവിച്ചതുകൊണ്ട് ആ മനുഷ്യൻ നേരിടാൻ പോകുന്ന, ഖേദിക്കാൻ പോകുന്ന, ദുഃഖിക്കുന്ന 4 ഘട്ടങ്ങളാണ് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയത്. ഇത് യാഥാർത്ഥ്യമാണ്. ഇതൊരിക്കലും ആരെങ്കിലൊക്കെ പറഞ്ഞു വെച്ചതല്ല, ആരെങ്കിലൊക്കെ സങ്കല്പങ്ങളിൽ നിന്ന് എഴുതി വെച്ചതല്ല. നേരെ മറിച്ച് ഖൗലുക ഹഖ്ഖുൻ, അല്ലാഹു നീ പറഞ്ഞ ഖൗല് ഹഖാണ് എന്ന് പറയുന്ന മുസ്ലിം വിശ്വസിക്കുന്ന പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും രേഖപ്പെടുത്തി വെച്ചതാണ്. ഇതിങ്ങനെ തന്നെ സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് ദുനിയാവ്, ഈ ജീവിതം, നേരത്തെ ആ സ്വർണ്ണ നാണയങ്ങൾ എടുത്ത മകനെ പോലെ
ജീവിതത്തിൽ ഇങ്ങനെ ആസ്വദിച്ച് എനിക്ക് കാലാകാലം ഇവിടെ ജീവിക്കാം എന്ന് മനസ്സിലാക്കുന്ന ആളുകളാണ് നമ്മൾ. അതിന്റെ തിരക്കിൽ, അത് ഒരുക്കി കൂട്ടുന്നതിന്റെ തിരക്കിൽ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ മറന്നുപോകുന്നു, ദീനിനെ കുറിച്ച് നമ്മൾ മറന്നുപോകുന്നു, നമ്മുടെ സൽക്കർമ്മങ്ങളെ കുറിച്ച് നമ്മൾ മറന്നുപോകുന്നു. ദുനിയാവ് ഇങ്ങനെ കാലാകാലം എനിക്കിത് ഇങ്ങനെ ബാക്കിയാകുമെന്ന മട്ടിൽ നമ്മൾ ദുനിയാവ് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. നോക്കൂ, നിങ്ങൾ ഹദീസുകൾ പരിശോധിച്ചാൽ അള്ളാന്റെ റസൂൽ ഹദീസിൽ മരണത്തെക്കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ് എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം. എങ്ങനെയാണ് അള്ളാന്റെ റസൂൽ മരണത്തെക്കുറിച്ച് പറഞ്ഞത്? അക്സിറൂ, നിങ്ങൾ അധികരിപ്പിക്കണം. എന്താണ് നിങ്ങൾ അധികരിപ്പിക്കേണ്ടത്? നിങ്ങൾ നിരന്തരം മരണത്തെ ഓർക്കണം എന്നാണ് റസൂല് പറഞ്ഞത്. പക്ഷേ അവിടെ ഉപയോഗിച്ച പ്രയോഗം മൗത്ത് എന്ന പ്രയോഗമല്ല, മരണം എന്ന പ്രയോഗമല്ല. നേരെ മറിച്ച് അവിടെ പ്രയോഗിച്ച പ്രയോഗം ഹാദിമുല്ലസാത്ത്, എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്നതിനെ നിങ്ങൾ ഓർക്കണം എന്നാണ്. എല്ലാ അപ്പൊ അതാണ് മരണം എന്ന് പറഞ്ഞാൽ എന്താ? ദുനിയാവിൽ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന എത്ര വലിയ കോടീശ്വരനായാലും, എത്ര വലിയ വീടുള്ളവനായാലും, എത്ര ഡ്രസ്സുകളുള്ള ആളായാൽ പോലും ഖബറിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്താ കൊണ്ടുപോകുന്നത്? നമ്മൾ കൊണ്ടുപോകുന്നത്? ഒന്നും കൊണ്ടുപോകുന്നില്ല. അതാണ് അള്ളാഹു റസൂൽ പറഞ്ഞത് ഹാദിമുൽ ലസ്സാത്ത്. ലസ്സാത്ത് എന്ന് പറഞ്ഞാൽ ആസ്വാദനങ്ങൾ എന്നാണ്. ആസ്വാദനങ്ങളെ മുറിച്ചു കളയുന്ന, ഇല്ലാതെയാക്കി കളയുന്ന മരണത്തെ നിങ്ങൾ ഓർക്കണം എന്നാണ് അവിടെ പറഞ്ഞത്. നോക്കൂ, നിങ്ങൾ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നമുക്കൊരു സംഭവം കാണാൻ കഴിയും. അദ്ദേഹം ഒരു ദിവസം ഒരു ഖബർസ്ഥാനിലൂടെ കടന്നു പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ ഒരുക്കി കൂട്ടി അദ്ദേഹം ഖബറാളികളോടായി ചോദിച്ചു എന്നാണ്, മൽ ഖബറു ഇൻദകും. മരിച്ച ആളുകളാണ്, മരണമെന്ന യാഥാർത്ഥ്യത്തെ നേരിട്ട ആളുകളാണ്, അവരോട് സംസാരിക്കുകയല്ല, നേരെ മറിച്ച് കൂടെയുള്ള ആളുകൾക്ക് ചില ചിന്തകൾ അദ്ദേഹം ഇട്ടുകൊടുക്കാൻ. മൽ ഖബറു ഇൻദകും, അവരുടെ നിങ്ങളുടെ അവസ്ഥ എന്താണ്? എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവരോട് അലി റളിയല്ലാഹു അൻഹു പറയണം, അൽ ഖബറു ഇൻദന, നമ്മുടെ അവസ്ഥ ഞാൻ പറഞ്ഞു തരാം. അതിന്റെ അർത്ഥം അവരൊന്നും പറയില്ല എന്നാണ്. അവർ പറയില്ല, സ്വാഭാവികം മരിച്ചു പോയതാണ്. കൂടെയുള്ള ആളുകളെ ഉത്ബോധനം, അവർക്ക് ബോധവൽക്കരണം ചെയ്യാൻ. വൽ ഖബറു ഇൻദന, നമ്മുടെ അവസ്ഥ എന്താന്ന് അറിയുങ്ങള്? അൽ ബുയൂത്തു ഖദ് സുക്കിനത്ത്, അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം പറയണം, അൽ ബുയൂത്തു ഖദ് സുക്കിനത്ത്, നിങ്ങള് ദുനിയാവിൽ ഉണ്ടാക്കി വെച്ചു പോയ വലിയ കൊട്ടാരുണ്ട്, അവിടെ ഇന്ന് താമസിക്കാൻ ആളുകളായിട്ടുണ്ട്. അല്ലെ, ഉപ്പ മരിച്ചു എന്ന് വെച്ചിട്ട് ഇനി ഉപ്പാന്റെ ഉപ്പ മരിച്ച ഉപ്പ ഉണ്ടാക്കിയ വീടാണ്, ഉപ്പ മരിച്ചു, ഇനി നമ്മൾ വീട്ടിൽ ആരും താമസിക്കണ്ട. ഉമ്മ മരിച്ചു, ഇത് ഉമ്മാന്റെ മുറിയാണ്, ഇനി നമുക്കിത് ഈ റൂം ആരും ഉപയോഗിക്കണ്ട, നമുക്ക് ലോക്കിട്ട് വെക്കാം, ഉമ്മാന്റെ മുറിയായിരുന്നില്ലേ എന്ന് മക്കളാരും പറയില്ല. അൽ ബുയൂത്തു ഖദ് സുക്കിനത്ത്, ആ വീട്ടിൽ താമസിക്കാൻ ആളുകളായിട്ടുണ്ട്, ആ വീട്ടിൽ താമസക്കാർ വന്നിട്ടുണ്ട്. അഥവാ നമ്മൾ മരിച്ചാലും നമ്മുടെ വീട്ടിൽ ആളുകൾ താമസിക്കുന്നുണ്ട്. അതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഉണ്ടാക്കി വെച്ച കൊട്ടാരം, ഉപ്പ മരിച്ചുകൊണ്ട് നമുക്ക് വീട് പൂട്ടിയിടാം എന്ന് മക്കൾ ഒരിക്കലും തീരുമാനിക്കൂല. ആ റൂമിൽ താമസിക്കാൻ ആളുകളായിട്ടുണ്ട്, വീട്ടിൽ താമസിക്കാൻ ആളുകളായിട്ടുണ്ട്. ഇനി വൽ അംവാൽ, അലി റളിയല്ലാഹു അൻഹു ഖബറാളികളോട് പറയാണ്, വൽ അംവാലു ഖദ് ഖുസിമത്, ഇനി സമ്പത്ത്, നിങ്ങൾ ദുനിയാവിൽ ബാക്കിയാക്കി വെച്ചുപോയ കുറെ സമ്പത്തുണ്ട്, ആ സമ്പത്തോ, വാപ്പ മരിച്ചു, ഇനി വാപ്പാന്റെ സമ്പത്ത് നമുക്ക് വേണ്ട എന്ന് മക്കൾ തീരുമാനിച്ചിട്ടില്ല. ഖദ് ഖുസിമത്, ആ സമ്പത്ത് വീതിച്ചെടുക്കേണ്ടവരൊക്കെ വീതിച്ചെടുത്തിട്ടുണ്ട്, അത് വീതിച്ചു കൊടുത്തു, അത് വീതിച്ചെടുക്കേണ്ടവരൊക്കെ എടുത്തിട്ടുണ്ട്. വൽ അസ്വാജു ഖദ് സുവിജത്, അല്ലെങ്കിൽ വസ്സൗജതു ഖദ് സുവിജത്, നിങ്ങളുടെ ഭാര്യയാണെങ്കിലോ അവർ ഇന്ന് മറ്റൊരാളുടെ ഇണയാണ്. ഇത് മൂന്നും സംഭവിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണല്ലോ ജീവിതത്തിൽ. ആ 3 കാര്യങ്ങളും അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഈ 3ഉം നിങ്ങൾ മരിച്ചത് കൊണ്ടൊന്നും നിശ്ചലമായിട്ടില്ല, ഒക്കെ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് സഹോദരങ്ങളെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇതിന്റെ ബാക്കിയുണ്ട്. എന്താണ്? അപ്പോ ഇതാണ് യാഥാർത്ഥ്യം. എന്താണ്? നമ്മൾ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒന്നും ഇവിടെ നിന്നു പോകുന്നില്ല. നമ്മൾ മരിച്ചതിന് ശേഷം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളാണ് ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതും ഗൗരവപൂർവ്വം അതിനുശേഷമുള്ള ജീവിതത്തിന് തയ്യാറെടുക്കേണ്ടതും നമ്മളാണ്. ആ ജീവിതത്തെ മറന്നുപോയാൽ നമ്മൾ ഖേദിക്കേണ്ടി വരും, നേരത്തെ പറഞ്ഞതുപോലെ. ഇനി എന്താ അലി റളിയല്ലാഹു അൻഹു പറയണമെന്ന് അറിയോ? അലി റളിയല്ലാഹു അൻഹു പറയാൻ, ഈ ഖബറാളികൾക്ക്
അള്ളാഹു സംസാരിക്കാനുള്ള അവസരം നൽകിയിരുന്നെങ്കിൽ, അത് ഖബറാളികള് അവർ സംസാരിച്ചിരുന്നെങ്കിൽ അവർ തീർച്ചയായും പറയുമായിരുന്നു എന്ത്? ഫതസവ്വദൂ, നിങ്ങൾ പാതയങ്ങൾ ഉണ്ടാക്കണം. ഫഇന്ന ഖൈറസ്സാദി തഖ്വ, അത് നിങ്ങൾ തയ്യാറെടുക്കണം. എന്താണ് നിങ്ങൾ എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത്? എന്ത് പാതയമാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്? ഫഇന്ന ഖൈറസ്സാദി തഖ്വ, നിങ്ങൾ ഉണ്ടാക്കുന്ന പാതയങ്ങളിൽ ഏറ്റവും ഖൈറായത്, ഏറ്റവും നല്ലത് എന്താണ്? അത് തഖ്വയാണ്. തഖ്വ ഒറ്റ വാക്കിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കലാണ്. അപ്പൊ സഹോദരങ്ങളെ, ഇതാണ് യാഥാർത്ഥ്യം. അലി റളിയല്ലാഹു അൻഹു ഖബറാളികളോട് പറഞ്ഞതാണെങ്കിൽ പോലും അത് ഖബറാളികൾ കേട്ടിട്ടില്ല, എങ്കിലും നമ്മൾ ഇത് കേട്ടു. ഇത് നമ്മൾ കേൾക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്നതോ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും ഒരു തവണ നടക്കാൻ പോകുന്നതോ ആയ യാഥാർത്ഥ്യമാണ്. അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കണം. അത് മറന്ന് ജീവിച്ചുകൂടാ നമ്മൾ. അല്ലെ, നോക്കൂ നിങ്ങൾ, ഇവിടെ ഈ തഖ്വ പറഞ്ഞല്ലോ. തഖ്വ ജീവിതത്തിൽ കൈവരിക്കാൻ വലിയ ഒരു അവസരം നമുക്ക് മുമ്പിൽ വന്നെത്തിയിട്ടുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം, പരിശുദ്ധ റമദാനിലെ 25 നോമ്പ്, 25ാമത്തെ നോമ്പിലാണ് നമ്മൾ ഇന്ന്, 25ാമത്തെ നോമ്പാണ് നമ്മൾ ഇന്ന് നോക്കിയത്. ഇത്രയും അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ട്, എന്താണ് റമദാനെ കുറിച്ച് നമുക്കറിയാലോ, പാപമോചനം വാരിക്കോരി അള്ളാഹു നൽകുന്ന മാസാണ്. നോമ്പെടുത്ത പാപമോചനം, രാത്രി നിസ്കരിച്ചാൽ പാപമോചനം, ലൈലത്തുൽ ഖദറിന്റെ രാത്രി നിസ്കരിച്ചാൽ പാപമോചനം, ഇങ്ങനെ ഇരട്ടി ഇരട്ടി പാപമോചനങ്ങൾ. നരകത്തിൽ നിന്ന് ഓരോ ദിവസം രാത്രിയും അള്ളാഹു ആളുകളെ മോചിപ്പിക്കുന്ന മാസം. ഒരു ദിവസത്തെ നോമ്പ് കൊണ്ട് ലഭിക്കുന്നത് 70 ഖരീഫ, 70 വർഷത്തെ വഴിദൂരം അള്ളാഹു നരകത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന മാസം. തീർന്നോ? സ്വർഗത്തിന്റെ വാതിൽ തുറന്നു വെക്കുന്ന, നരകത്തിന്റെ വാതിൽ അള്ളാഹു അടച്ചു വെക്കുന്ന, ഇങ്ങനെയും അള്ളാഹു അവസരങ്ങൾ നൽകിയ ഈ ഒരു മാസം, ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം, കഴിഞ്ഞ 24 ദിവസത്തെ നോമ്പ് കൊണ്ട് നമ്മൾ എന്താണ് സഹോദരങ്ങളെ നേടിയത്? അതിൽ പറയപ്പെട്ട നന്മകൾ, ഈ പറയപ്പെട്ട കൂലികളിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ടാകുമോ? ഓരോ ദിവസവും അള്ളാഹു വലില്ലാഹി ഉതഖാഉ മിനന്നാർ എന്ന് പറഞ്ഞു, നരകത്തിൽ നിന്ന് ഓരോ ദിവസം രാത്രിയും അള്ളാഹു ചില ആളുകളെ മോചിപ്പിക്കുമെന്നാണ്. കഴിഞ്ഞ രാത്രികളിൽ ഏതെങ്കിലും ഒരു രാത്രിയിൽ എന്റെയോ നിങ്ങളുടെയോ പേര് അതിൽ പെട്ടുപോയിട്ടുണ്ടാകുമോ? അല്ലെങ്കിൽ ആ പേര് ഉൾക്കൊണ്ടിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഒരിക്കലെങ്കിലും? 24 ദിവസത്തെ നോമ്പ് നമ്മൾ എടുത്തു. ഈ നോമ്പിലെ ഏതെങ്കിലും ഒരു നോമ്പ് കാരണം അള്ളാഹു നമ്മുടെ കഴിഞ്ഞ പാപങ്ങളെല്ലാം പുറത്തിട്ടുണ്ടാകുമോ? കഴിഞ്ഞ രാത്രികളൊക്കെ നമ്മൾ തറാവീഹ് നമസ്കരിച്ചു. ഇതിലെ ഏതെങ്കിലും ഒരു നിസ്കാരം കാരണം അള്ളാഹു നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പാപങ്ങളൊക്കെ പുറത്തിട്ടുണ്ടാകുമോ? നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. ഇങ്ങനെ ഒരു അവസരം നമുക്ക് ലഭിച്ച് നമ്മൾ ഉപയോഗപ്പെടുത്തിയോ? ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനിക്കാം. ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മരണം മറന്നവരാണ് നമ്മൾ. മരണമെന്ന യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടിട്ടും അത് നമുക്ക് ഉറപ്പായിട്ടും അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത, അതിനെക്കുറിച്ച് ആലോചിക്കാത്ത കൂട്ടത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. നോക്കൂ നിങ്ങൾ, ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ, അദ്ദേഹം നോമ്പിനെയും മരിച്ച ആളുകളെയും അതേപോലെ നോമ്പിനെയും ചേർത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. എന്താണ്? ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂർ, ഖബറിൽ മരിച്ചു കിടക്കുന്ന ആളുകളോട് ഒരു വേള ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? തമന്നൗ, നിങ്ങൾ ആഗ്രഹിച്ചു കൊള്ളുക, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കി തരാം എന്ന് അവരോട് പറഞ്ഞാൽ അവരെന്താണ് ആഗ്രഹിക്കുക? ഞാനൊരു പുതിയ വീട്, എൻ്റെ ഒരുപാട് കാലത്തെ പ്രവാസ ലോകത്ത് ഞാൻ അധ്വാനിച്ചിട്ട് ഒരു പുതിയ വീട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വീട്ടിൽ ഒരു ദിവസം പോലും എനിക്ക് ജീവിക്കാൻ പറ്റിയിട്ടില്ല, താമസിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അള്ളാഹു എനിക്കൊരു അവസരം തരികയാണെങ്കിൽ ആ വീട്ടിൽ ഒരു ദിവസം താമസിക്കാനുള്ള അവസരം തരണം എന്നാണോ ആവശ്യപ്പെടുക? ഒരിക്കലുമല്ല. എൻ്റെ മക്കൾ, അവരൊക്കെ ചെറുതായിരുന്നു ഞാൻ മരിക്കുമ്പോൾ, അവരൊക്കെ ഇപ്പൊ വലുതായിട്ടുണ്ടാകും. അപ്പൊ അവരുടെ ഒക്കെ അവസ്ഥ എന്താണ് എന്ന് എനിക്കൊന്ന് കാണാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് റബ്ബേ എനിക്കൊരു അവസരം താ എന്നാണ് ആവശ്യപ്പെടുക? ഒരിക്കലുമല്ല. എൻ്റെ സമ്പത്തൊക്കെ എന്തായി? ഞാനൊരു പുതിയ കച്ചവടം തുടങ്ങിയിരിക്കുകയായിരുന്നു, അപ്പോഴാണ് ഞാൻ മരിച്ചത്. ഇന്ന് ആ കച്ചവടത്തിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കൊന്ന് കാണണം എന്നാണോ മനുഷ്യൻ ആവശ്യപ്പെടുക? അല്ല എന്നാണ് ഫുദൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂരി തമന്നൗ, ഖബറാളികളോട് നിങ്ങൾ ആഗ്രഹിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ ലതമന്നൗ യൗമൻ മിൻ റമദാൻ, അല്ലാഹു റമദാനിലെ ഒരു ദിവസം
നീ എനിക്ക് തരണേ എന്ന് മനുഷ്യൻ ആവശ്യപ്പെടുമെന്നാണ്. റമദാനിലെ ഒരു ദിവസം, റമദാനിലെ ഒരു ദിവസമാണ് ഖബറാളികൾ ആവശ്യപ്പെടുക എന്നാണ് ഫുളൈൽ ബിൻ ഇയാദ് റഹിമഹുല്ലാഹ് പറയുന്നത്. റമദാനിലെ 24 ദിവസങ്ങൾ നമുക്ക് കിട്ടി. മരണത്തെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്നവരാണെങ്കിൽ, മരണത്തെക്കുറിച്ച് ഓർക്കുന്ന ആളുകളായിരുന്നു നമ്മളെങ്കിൽ ഇതിനെ ക്രിയാത്മകമായി നമ്മൾ ഉപയോഗപ്പെടുത്തുമായിരുന്നു. ഏറ്റവും ചുരുങ്ങിയത് 24 ജുസ് എങ്കിലും ഖുർആൻ നമ്മൾ ഓതി തീർക്കുമായിരുന്നു. നമ്മൾ എത്ര ആളുകൾ തീർത്തിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് റമദാനിൽ ഒരു തവണ ഖുർആൻ പരിപൂർണമായി ഓതി തീർക്കാൻ നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ 24 ജുസ് ഖുർആൻ നമ്മൾ ഇന്നത്തേക്ക് ഓതി തീർക്കണമായിരുന്നു. നമ്മൾ എത്ര ആളുകൾ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. ഖബറാളികൾ ഒരു ദിവസമാണ് ചോദിക്കുക, മരിച്ച ആളുകൾ. നമുക്ക് 24 ദിവസം കിട്ടിയതാ. ഇനിയും ഇൻഷാ അള്ളാഹു തൗഫീഖ് നൽകുകയാണെങ്കിൽ 4-5 ദിവസങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. മരണമെന്ന യാഥാർത്ഥ്യം അതേറെ ഭയാനകമായതാണ്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്കറിയാം. അതിൽ ഒരു സഹാബി മരിച്ചു. ആ സഹാബിയുടെ മയ്യത്തുമായി നബിയും സഹാബത്തും ഖബർസ്ഥാനിലേക്ക് പോവുകയാണ്, മഖ്ബറയിലേക്ക് പോവുകയാണ്. അവിടെ പോയി നോക്കുമ്പോ മഖ്ബറയുടെ പണി പൂർത്തിയായിട്ടില്ല. മയ്യത്ത് അവിടെ വെച്ചു. നബി തങ്ങൾ അവിടെ ഇരുന്നു. ഒരു വടിയെടുത്ത് കയ്യിൽ പിടിച്ചു. സ്വഹാബികൾ പറയാൻ, ഒരു തലയിൽ പക്ഷി ഇരുന്നാൽ ആ പക്ഷി പോലും പാറിപ്പോവാത്ത രൂപത്തിൽ അത്രയും ശ്രദ്ധയോടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കാൻ. എന്താണ് അവിടെ നിന്ന് പറഞ്ഞത്? അവിടെ നിന്ന് പറഞ്ഞു, അവിടെ നിന്ന് കരയാൻ തുടങ്ങി എന്നാണ് ഹദീസിൽ കാണുന്നത്. ഹത്താ ബല്ല സറ, അവിടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന സ്ഥലം അത് മുഴുവനായും നനഞ്ഞുപോയി. അത്രയും റസൂലുള്ളാഹി തങ്ങൾ കരഞ്ഞു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ലിമിസ്ലി ഹാദാ ഫസ്തഇദ്ദു, ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരാനുണ്ട്. ഇതുപോലെ ഒരു മരണം, ഇതുപോലെ ഒരു ഖബർ ജീവിതം, ഇതുപോലെ ഒരു അവസ്ഥ നിങ്ങൾക്കും ജീവിതത്തിൽ വരാനുണ്ട്. അതുകൊണ്ട് ഫസ്തഇദ്ദു, നിങ്ങൾ തയ്യാറെടുക്കണം. പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഏറ്റവും ബോധ്യമുള്ള, ഇതിനു വേണ്ടി ഈ യാഥാർത്ഥ്യത്തെ, മരണമെന്ന യാഥാർത്ഥ്യത്തെ മറക്കാതെ അതിനെക്കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ട് ജീവിതത്തെ പോലും ഇസ്ലാമിന് വേണ്ടി പണയം വെച്ച സ്വഹാബത്തിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്താണ്? ലിമിസ്ലി ഹാദാ ഫസ്തഇദ്ദു, ഇതുപോലെയുള്ള ദിവസത്തിനു വേണ്ടി നിങ്ങൾ ഓരോരുത്തരും തയ്യാറെടുക്കണം കേട്ടോ. സഹോദരങ്ങൾ, ഇത് നമ്മളോടും കൂടിയുള്ള ഒരു ഉത്ബോധനമാണ്. നമ്മൾ എത്രമാത്രം ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തു എന്നുള്ളത്, തയ്യാറായി എന്നുള്ളത് നാം ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് മുമ്പിലുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾക്കും മരണമെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ചില ഹദീസുകൾ നാം പ്രത്യേകം പഠിക്കേണ്ടതുണ്ട്. ചില ഹദീസുകൾ, ആ ഹദീസുകൾ മാത്രം ഒന്ന് വായിച്ച്, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം, ആശയം മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കാം. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണറിയോ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറ, അല്ലാഹു ഒരു അടിമയിൽ ഖൈർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ തഹറഹു ഖബ്ല മൗതിഹി, അവന്റെ മരണത്തിന് മുമ്പ് അല്ലാഹു അവനെ ശുദ്ധിയാക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹദീസാണ്. സ്വഹാബികൾ ചോദിച്ചു, വമാ തഹൂറുൽ ഖൽബി യാ റസൂലല്ലാഹ്, അല്ലെങ്കിൽ തഹൂറുൽ അബ്ദി യാ റസൂലല്ലാഹ്, റസൂലേ എന്താണ് ഈ ശുദ്ധിയാക്കുക എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അമലുൻ സാലിഹുൻ യുവഫിഖുഹു ഇയ്യാഹു ഹത്താ യഖ്ബിദഹു അലൈഹി, അല്ലെങ്കിൽ യുൽഹിമുഹു ഇയ്യാഹു ഹത്താ യഖ്ബിദഹു അലൈഹി. ഇത് ഒന്നാമത്തെ ഹദീസാണ്. എന്താണ് അള്ളാഹു ശുദ്ധിയാക്കുക എന്ന് പറഞ്ഞാൽ? എന്താ? ഒരു അമലു സ്വാലിഹാത്ത് ചെയ്യാനുള്ള അവസരം അള്ളാഹുവിന് നൽകുന്നതാണ്. എന്നിട്ടോ ആ അമല് ചെയ്തുകൊണ്ട് ഹത്താ യഖ്ബിദഹു അലൈഹി, ആ അമല് ചെയ്തുകൊണ്ട് മരിക്കാനുള്ള അവസരം അള്ളാഹുവിന് നൽകും. നമുക്കൊക്കെ ജീവിതത്തിൽ മരണമെന്ന യാഥാർത്ഥ്യത്തെ നേരിടാൻ പോകുന്ന ആളുകളാണ് നാം ഓരോരുത്തരും. അതിൽ നമുക്കാർക്കും സംശയമില്ല. ഞാൻ ഈ ഹദീസ് പറഞ്ഞത് നമ്മുടെ മരണം എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ?
രണ്ട് മരണത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ ഹദീത്തിൽ. ഒന്ന്, ഏറ്റവും സമാധാനപരമായി സ്വർഗത്തിൽ നിന്നുള്ള കഫൻ പുടവകൾ കൊണ്ടുവന്ന് ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നത് പോലെ അത്രയും ലഘുവായി സന്തോഷിച്ചുകൊണ്ട് ആകാശത്തു നിന്നുള്ള റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ടുള്ള ഒരു മരണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ഒരു മരണമുണ്ട്, നമ്മൾ പഠിച്ചതാണ്. മറ്റൊരു മരണം കൂടി അവിടെയുണ്ട്. ഫാജിരീങ്ങളുടെ, ഫാസിഖീങ്ങളുടെ, കാഫിരീങ്ങളുടെ, മുശ്രിക്കീങ്ങളുടെ മരണം. എന്താണത്? കറുത്ത മലക്കുകൾ വരുന്ന, വേദനിപ്പിച്ച് റൂഹ് പിടിക്കുന്ന, വളരെ പ്രയാസകരമായ വേദനാജനകമായ ഒരു അവസ്ഥ. രണ്ട് മരണമുണ്ട്. ഇതിലേതാണ് എൻ്റെ മരണം എന്ന് ഞാനും നിങ്ങളും എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും ഞാൻ മരിക്കുക? പല മരണ വാർത്തകളും ഞാൻ കേൾക്കുന്നുണ്ട്. ചെറിയ കുട്ടി മുതൽ പ്രായമായ ആളുകൾ വരെ ഒരു കാരണവുമില്ലാതെ മരിക്കുന്ന ആളുകളെ കുറിച്ച് കേൾക്കുന്നുണ്ട് നമ്മൾ. ഒരു പ്രയാസവുമില്ലാതെ ഇരുന്ന ആളുകൾ പെട്ടെന്ന് മരിച്ചു പോകുന്നു. ചെറിയ കുട്ടികളെന്നോ പ്രായമുള്ളവരെന്നോ പ്രായഭേദമന്യേ വ്യത്യാസമില്ലാതെ മരിച്ചു വീഴുന്നു, മരിച്ചു പോകുന്നു. അപ്പൊ എനിക്കും ഒരു ദിവസം എൻ്റെ മുമ്പിലേക്കും ഒരു മരണം വരാം. ആ മരിക്കുന്ന സമയത്ത് എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഹദീസ് നോക്കൂ നിങ്ങൾ. അള്ളാഹ് ഒരു അടിമയിൽ ഖൈർ ഉദ്ദേശിച്ചാൽ മരിക്കുന്ന സമയത്ത് ഒരു അമല് ചെയ്യാനുള്ള അവസരം അള്ളാഹു അവന് നൽകുമെന്നാണ്. എന്നിട്ട് ആ അവസ്ഥയിൽ മരിക്കും. എന്നാലോ വേറൊരു വിഭാഗമുണ്ട്, അവരെങ്ങനെയാണോ ജീവിച്ചത് അതുപോലെയാണ് അവർ മരിക്കുക എന്നാണ്. മറ്റൊരു ഹദീസ് ആ വിഷയത്തിൽ നോക്കൂ നിങ്ങൾ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യബ്അസു കുല്ല അബ്ദിൻ അലാ മാ മാത അലൈഹി. ഓരോ അടിമയും നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് എങ്ങനെയാണ്? അലാ മാ മാത അലൈഹി, എങ്ങനെയാണോ മരിച്ചത് അതേ അവസ്ഥയിലാണ്. സുബ്ഹാനല്ലാഹ്. നമ്മള് പാട്ടുകൾ കേൾക്കുമ്പോൾ, സിനിമ കാണുമ്പോൾ, സീരിയലുകൾ കാണുമ്പോൾ, ഇൻസ്റ്റഗ്രാമിലൂടെ ഹറാമായത് കാണുമ്പോൾ, ഫേസ്ബുക്കിലൂടെ ഹറാമുകൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ ഒക്കെ, ഹറാമുകൾ ചർച്ച ചെയ്യുമ്പോൾ ഒക്കെ ഈ ഹദീസ് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഹദീസ് മാത്രമാണ് നിങ്ങൾ പഠിച്ചതെങ്കിലും നിങ്ങൾക്കത് ഉപകാരം ചെയ്യും. എന്താണ്? അള്ളാഹ് നാളെ പരലോകത്ത് നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കുക. എങ്ങനെ അറിയോ? നമ്മൾ എങ്ങനെയാണോ മരിച്ചത് അതേ അവസ്ഥയിൽ. ഇതിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരാൾ നന്മ ചെയ്തുകൊണ്ട് നല്ല അവസ്ഥയിലാണ് മരിച്ചതെങ്കിൽ ആ ത്വാഅത്ത് ചെയ്തുകൊണ്ട്, നന്മ ചെയ്തുകൊണ്ടായിരിക്കും അയാൾ നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. എന്നാലോ തിന്മ ചെയ്തിട്ടാണ് മരിക്കുന്നതെങ്കിലോ, ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് നമ്മളിലേക്ക് അള്ളാഹു നിശ്ചയിച്ച മരണമെന്ന യാഥാർത്ഥ്യം കടന്നു വരുന്നത്. ഇത് നേരത്തെ പറഞ്ഞുതരൊന്നുമില്ലല്ലോ. ഒരു പാട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇയർഫോൺ ചെവിയിൽ കുത്തി നമ്മളൊരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ മരണം കടന്നു വരുന്നത്. ഇൻസ്റ്റാഗ്രാമിലൂടെ ഇങ്ങനെ റീൽസിൽ ഹറാമായത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സിനിമാ തിയേറ്ററിൽ പോയിരുന്ന് ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും മരണം വരാം. മരണം ഏതവസ്ഥയിലാണ്, എപ്പോഴാണൊന്നും നമുക്കറിയില്ലല്ലോ. ആ അവസ്ഥയിലാണ് നമ്മുടെ മരണം വന്നത്. നോക്കൂ നിങ്ങൾ. അലാ മാ മാത അലൈഹി, എങ്ങനെയാണോ മരിച്ചത് അതേ രൂപത്തിൽ നാളെ പരലോകത്ത് നമ്മൾ വരുന്നതാണ്. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, ചിന്തിച്ചിട്ടുണ്ടോ ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ച്? ഈ ഹദീസിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. നമ്മൾ ഇന്ന് ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾ അതേ അവസ്ഥയിൽ നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അതുകൊണ്ട് നമ്മൾ ആ മരണത്തെക്കുറിച്ച് ചിന്തിക്കണം. ആ മരണം മറന്നുകൊണ്ട് നമ്മൾ ഒരിക്കലും ജീവിക്കാൻ പാടില്ല. ആ മരണത്തെ നിരന്തരം ആലോചിച്ചുകൊണ്ട്, ആ മരണം എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് ബോധവാന്മാരായിക്കൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, നബി തങ്ങളുടെ ഒരു ദുആ എന്താണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ യതഖബ്ബതനി അശ്ശൈത്താനു ഇൻദൽ മൗത്ത്. ജീവിതത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. എന്താണ് ആ ഹദീസിന്റെ അർത്ഥം, ആ ദുആയുടെ അർത്ഥം? അല്ലാഹു നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. എന്തിനെ തൊട്ട്? യതഖബ്ബതനി അശ്ശൈത്താനു ഇൻദൽ മൗത്ത്, മരിക്കുന്ന സമയത്ത് ശൈത്താൻ എന്റെ ഈമാനിനെ പിടിച്ചെടുക്കുന്നതിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു എന്നാണ്. അപ്പൊ മരിക്കുന്ന സമയത്ത് ശൈത്താൻ നമ്മുടെ അടുത്തേക്ക് വരും. എന്നിട്ട് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്താൻ, നമ്മുടെ ജീവിതത്തിന്റെ അവസാന നിമിഷത്തെ അത് മോശമാക്കാൻ ശൈത്താൻ പരിശ്രമിക്കും. അതുകൊണ്ട് ഓരോ ദിവസവും ഹറാമുകൾ കാണാൻ വേണ്ടി മൊബൈൽ എടുക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയാൽ മതി. ചിലപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ
നമ്മുടെ അയൽവാസികളൊക്കെ ചിലപ്പോൾ പറയും, ആ നല്ലവനായിരുന്നു, നല്ല കുട്ടിയായിരുന്നു, അല്ലെങ്കിൽ പിന്നെ പലരും നല്ലത് പറയും നമ്മളെ കുറിച്ച്. പക്ഷെ നമ്മൾ മരിച്ചതോ ഈ അവസ്ഥയിലാണ്. അത് ചിലപ്പോൾ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഒരു ഹറാമ് ചെയ്യുമ്പോഴോ കേൾക്കുമ്പോഴോ പറയുമ്പോഴായിരിക്കും നമ്മൾ മരിച്ചിട്ടുണ്ടാവുക. അയൽവാസികളും കൂട്ടുകാരൊക്കെ പറയും റമദാനിലെ പകലിലാണ് മരിച്ചത്, അതല്ലെങ്കിൽ വെള്ളിയാഴ്ച, അങ്ങനെ പലതും നമ്മളെക്കുറിച്ച് പറയും. പക്ഷേ നമുക്ക് റബ്ബിന് മാത്രം അറിയുന്ന യാഥാർത്ഥ്യമാണെന്ത്? നമ്മൾ മരിക്കുമ്പോൾ ഈ ഹറാമ് കണ്ടുകൊണ്ടാണ് മരിച്ചത് എന്ന്. അതുകൊണ്ട് ഓരോ ഹറാമുകൾ, ഓരോ നിമിഷവും സിനിമയും സീരിയലും ഒക്കെ കാണുമ്പോൾ നമ്മൾ ശരിക്കും ആലോചിക്കണം, ഇത് ശൈത്താൻ എന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ എന്റെ ഈമാൻ പിടിച്ചെടുക്കാൻ ശൈത്താൻ പരിശ്രമിക്കുന്ന പരിശ്രമമാണോ? നബി തങ്ങൾ ദുആ ചെയ്തതുപോലെ, അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് എന്റെ ഈമാനിനെ ശൈത്താൻ പിടിച്ചെടുക്കുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ശൈത്താൻ എന്നെ വഴിപിഴപ്പിക്കാൻ ചെയ്യുന്ന ഒരു പരിശ്രമമാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ജീവിതം എന്ന യാഥാർത്ഥ്യത്തെ കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി കാണുകയും മരണം നമ്മുടെ മുമ്പിലേക്ക് വരാനുണ്ടെന്ന ബോധ്യത്തോടു കൂടി ജീവിക്കുകയും ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുകയും അതിനെ മറക്കാതെ ജീവിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, മരണം എന്നത് നമ്മുടെ ഉറക്കം, എല്ലാ ദിവസവും രാവിലെ രാത്രി നമ്മൾ ഉറങ്ങും. ആ ഉറക്കം എന്താണ്? അതൊരു മരണം. ഇത് മരിച്ചാൽ ആ മരണത്തോടു കൂടി നമ്മുടെ ജീവിതം ആ ഉറക്കത്തോടു കൂടി നമ്മുടെ ജീവൻ അവസാനിച്ചാൽ പിന്നെ കഴിഞ്ഞു. തൗബ ചെയ്യാനും അവസരമില്ല, അമലിനും അവസരമില്ല, ഒന്നിനും അവസരമില്ല നമുക്ക്. അപ്പൊ നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. അത് പ്രത്യേകം പറയാൻ കാരണം, നമ്മളൊക്കെ പലപ്പോഴും കിടക്കുന്ന സമയത്ത് ഹറാമുകളൊക്കെ കണ്ടോ കേട്ടോ, ഹറാമുകൾ പറഞ്ഞോ, പല രൂപത്തിലായിരിക്കും നമ്മൾ കിടന്നുറങ്ങുക. ആ ഉറക്കത്തിലെങ്ങാനും നമ്മൾ മരണത്തിലേക്ക് നേരിട്ടാലോ മരിച്ചുപോയാലോ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഈ പറഞ്ഞ രൂപത്തിലായിരിക്കും, അല്ലെ? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്താണ്? ഒരാൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഈ ദുആ നമ്മൾ എല്ലാവരും പഠിച്ചു വെക്കണം. നമ്മൾ എന്ത് അവസ്ഥയിലാണെങ്കിലും കിടക്കുന്ന സമയത്ത് നമ്മൾ ഈ ദുആ പറഞ്ഞിട്ടായിരിക്കണം, അല്ലെങ്കിൽ ഈ ദിക്ർ പറഞ്ഞിട്ടായിരിക്കണം കിടന്നുറങ്ങേണ്ടത്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു? ഒരാൾ കിടന്നുറങ്ങുമ്പോൾ പറയണത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം സുബ്ഹാനല്ലാഹി വബിഹംദിഹി വൽഹംദു സുബ്ഹാനല്ലാഹി വബിഹംദിഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. കിടന്നുറങ്ങുമ്പോൾ പറയേണ്ട ഒരു ദിക്റാണ്, നമുക്ക് എല്ലാവർക്കും അറിയണതാണ്, അറിയാത്തൊന്നും ഇതിലില്ല. ഇത് പറഞ്ഞാലുള്ള കൂലി എന്താ? ഗുഫിറത്തു ദുനൂബുഹു, എല്ലാ പാപവും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. അപ്പൊ എല്ലാ ദിവസവും രാവിലെ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ഇത് പറഞ്ഞിട്ടാണ് ഉറങ്ങണമെന്നെങ്കിലോ, അതുവരെ ചെയ്ത എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടു. വലൗ കാനത്ത് മിസ്ല സബദിൽ ബഹ്ർ, അത് കടലിന്റെ നൊരയോളം ഉണ്ടെങ്കിലും അല്ലാഹ് അയാൾക്ക് പുറത്തു കൊടുക്കുമാണ്. അപ്പൊ എല്ലാ ദിവസവും രാവിലെ ഇത് പ്രാവർത്തികമാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാം. ഇനി ഉറക്കത്തിൽ ഞാൻ മരിക്കുകയാണെങ്കിലും ഞാൻ ആ ദിക്ർ ചൊല്ലിയിട്ടുണ്ട്. പിന്നെയോ ഇത് പറഞ്ഞതിന് ശേഷം പിന്നെയും ഹറാമുകൾ കാണുകയാണെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഈ ദിക്ർ ചൊല്ലി ഉറങ്ങും. ഇതേപോലെ കുറെ സുന്നത്തുകളുണ്ട്, അതിലൊന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടു എന്ന സമാധാനത്തോടുകൂടി നമുക്ക് കിടന്നുറങ്ങാം. സഹോദരങ്ങളെ, അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി ജീവിതത്തെ നമ്മൾ കാണുക. മരണം എന്ന യാഥാർത്ഥ്യത്തെ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി നേരിടാൻ നമ്മൾ ശ്രമിക്കുക. അതിൽ നമ്മളെ ആരെങ്കിലൊക്കെ എന്തെങ്കിലൊക്കെ പറയുന്നുണ്ടോ, അതല്ലെങ്കിൽ പിന്നെ അതൊക്കെ ഒരു പഴഞ്ചനായ കാര്യങ്ങളല്ലേ, ഇപ്പോൾ തന്നെ എന്തിനാണ് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത്, എനിക്ക് 19 ആയിട്ടുള്ളൂ, 25 ആയിട്ടുള്ളൂ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. കാരണം മരണം ഈ ജീവിതത്തിന്റെ ഏത് നിമിഷം വേണമെങ്കിലും മരണം കടന്നു വരാം. പരിശുദ്ധ റമദാനിലാണ് നമ്മൾ ഉള്ളത്. കൂടുതലായി റബ്ബിലേക്ക് അടുക്കാൻ നമുക്കിവിടെ ഒരവസരമുണ്ട്. ആ അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ടതില്ല ഇതൊക്കെ എങ്ങനെയെങ്കിലൊക്കെ കടന്നു പോകും എന്ന് നമ്മൾ വിചാരിക്കേണ്ട. ഒരു ഹദീസ് കൂടി ഞാൻ അവസാനിക്കുന്നതിന് മുമ്പ് പറയട്ടെ. നമ്മളെല്ലാവരും നാട്ടില് നല്ല ചൂട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നാട്ടിലേക്കൊക്കെ സംസാരിക്കുന്ന സമയത്തൊക്കെ ഒരു ചൂടിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ചൂടിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ്, ഈ വിഷയത്തിന്റെ ഒരു സമാപനമായി കൊണ്ട് ആ ഹദീസ് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം ബുഖാരി പറയാൻ, നരകം അള്ളാഹുവിനോട് ആവലാതി പറഞ്ഞു എന്നാണ്. എന്താണ് നരകം അള്ളാഹുവിനോട് പറഞ്ഞത്? അള്ളാഹുവെ അക്കല ബഅദി ബഅദ, അള്ളാഹുവെ എന്റെ ചില ഭാഗങ്ങൾ മറ്റു ചില ഭാഗങ്ങളെ ഭക്ഷിക്കുന്നു എന്നാണ്, ഭക്ഷിച്ചിരിക്കുന്നു. അതായത് ചൂട് സഹിക്കാൻ പറ്റാതെ അതിന്റെ പ്രഷർ കൊണ്ട് എന്റെ
പിന്നെ നരകത്തിന്റെ ഉള്ളിൽ നരകം അള്ളാഹിനോട് പറയണേ, എന്നെ പരസ്പരം എന്റെ പല ഭാഗങ്ങളും മറ്റു ഭാഗങ്ങളും ഭക്ഷിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അപ്പൊ അള്ളാഹു ഫഅദിന ലഹാ ബിനഫസൈൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് എന്ത് ചെയ്തു? 2 നിശ്വാസങ്ങൾക്ക് അനുവാദം നൽകി. 2 ശ്വാസം വിടാൻ, 2 വട്ടം ഒന്ന് ശ്വാസം വിടാനുള്ള അനുവാദം അള്ളാഹു നൽകി എന്നുള്ളതാണ്. എന്താണത്? നഫസിൻ ഫിശ് ശിതാഇ വനഫസിൻ ഫിശ് ശൈഫ്. ശൈത്യകാലത്ത് ഒരു നിശ്വാസവും അതേപോലെ ഉഷ്ണകാലത്ത് ഒരു നിശ്വാസവും. ഫഅശദ്ദു മാ തജിദൂന ഫിൽ ഹർരി വഅശദ്ദു മാ തജിദൂന ഫി സംഹരി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം. നിങ്ങൾ ഈ അനുഭവിക്കുന്ന ചൂട്, ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന ചൂടുണ്ടല്ലോ, അതെന്താണ്? ഈ നരകത്തിന്റെ ഒരു നിശ്വാസമാണ് ആ ചൂട്. നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഈ ചൂടില്ലേ, അത് നരകത്തിന് അള്ളാഹു നൽകിയ ഒരു ഓഫറാണ്, ഒരു നിശ്വാസം. ആ നിശ്വാസമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ചൂട്. അപ്പൊ നരകത്തിലെ ചൂട് എങ്ങനെയായിരിക്കും, ആ നരകത്തിലെ അവസ്ഥ എങ്ങനെയായിരിക്കും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അത് ഗൗരവത്തിൽ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ചിന്തിച്ച് ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനത്തെ 10 നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ കുറച്ചുകൂടി ക്രിയാത്മകമായി അവസാനത്തെ 10 ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചെറിയ ചാർട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഇവിടെ ഇട്ട് തന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഞാനത് അയച്ചു കൊടുക്കാം, നിങ്ങൾക്കത് ലഭിക്കും. ഈ അവസാനത്തെ 10 നമുക്കറിയാം സൽക്കർമ്മങ്ങൾ ഇരട്ടിയാക്കാൻ പറ്റിയ ഒരുപാട് അവസരങ്ങളുണ്ട്. അതിൽ 1-2 ഞാൻ പറയാം. അതിൽ ഒന്നാമതുള്ള സൂറത്തുൽ ഇഖ്ലാസ്. 3 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ ഖുർആൻ പരിപൂർണമായും ഓതിയ കൂലിയാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഈ അവസാനത്തെ 10 എത്ര തിരക്കുള്ള ആളുകളാണെങ്കിൽ പോലും ഒരു ചെറിയ സമയം മാറ്റിവെച്ച് ഇത് പറയാൻ പറ്റിയതാണ്. അതുപോലെ ചെറിയ ചെറിയ ദിക്ർ, ഇപ്പൊ സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 തവണ ചൊല്ലിയാൽ അയാൾക്കുള്ള കൂലി വലിയ കൂലിയാണ്. അപ്പൊ ഇതേപോലെ ക്രിയാത്മകമായി ഈ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുകയും കൂടുതൽ റബ്ബിലേക്ക് അടുക്കാൻ ശ്രമിക്കുകയും തഖ്വ ജീവിതത്തിൽ കൈവരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമാറാകട്ടെ. റമദാനിലെ ഈ ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അതിൽ ചെയ്ത നന്മകൾ, നമ്മുടെ ഖുർആൻ പാരായണം, നമ്മുടെ രാത്രി നമസ്കാരം അല്ലാഹു നമ്മളിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ചുകൂടി ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم رب ارحمهما كما ربيانا صغارا اللهم رب ارحمهما كما ربيانا صغارا اللهم رب ارحمهما كما ربيانا صغارا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.